എല്ലാവർക്കും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1 ഗ്രാമിന് തന്നെ 8,000 രൂപ, 9,000 രൂപ, 10,000 രൂപ വരെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം? അതല്ല, നമ്മൾ ഫിസിക്കലി ഗോൾഡ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അത് നമുക്കറിയാം, അതിൻ്റെ പണിക്കൂലി, പിന്നെ അതിൻ്റെ ടാക്സ്, പിന്നെ അത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാം നമുക്ക് പ്രശ്നം തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് തന്നെ വാങ്ങിച്ചു വെക്കാം. ഇത് നമുക്ക് വാങ്ങിക്കാനും നമുക്ക് വിൽക്കാനും വളരെ എളുപ്പമാണ്. ഇത് പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം, നമുക്ക് അതും ചെയ്യാനായിട്ട് പറ്റും. അതല്ല, നമുക്ക് കോയിൻസ് ആയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ്, ഇത് എങ്ങനെ ഞാൻ വാങ്ങിക്കും, എവിടുന്ന് ഞാൻ വാങ്ങിക്കും? ട്രസ്റ്റബിൾ ആയിട്ടുള്ള വെൻഡേഴ്സ് ഉണ്ട്, അതായത് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇല്ലേ സൈറ്റ്സ് ഉണ്ടോ? ഇതൊക്കെയാണോ നിങ്ങളുടെ ഡൗട്ട്? ദെൻ ഹിയർ ഈസ് ദ ആൻസർ. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഫോൺ പേ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇല്ലെങ്കിൽ ജാർ ആപ്പ്. ഞാൻ കുറച്ചധികം നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ജാർ ആപ്പ് എന്നുള്ളത്. സൂപ്പർ ഗ്രേറ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വെൻഡർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജാർ ആപ്പ് എന്നുള്ളത്. അതിൽ ഡെയിലി SIP ഉണ്ട്, മന്ത്ലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. അതേസമയം നമ്മളെല്ലാവരും ഫോൺ പേ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്നാൽ ഫോൺ പേ വഴി ചെയ്തൂടെ? ഫോൺ പേ വഴി എല്ലാം തന്നെ ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ കറണ്ട് ബില്ല്, ഇങ്ങനെ റീചാർജ്, ഇതെല്ലാം നമുക്ക് പറ്റുന്നു. SIPസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പലരും. ആൻഡ് ഹിയർ ഗോൾഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. SIP എന്താണെന്ന് വളരെ ചുരുക്കത്തിലാണെന്ന് പറയാം. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട്, അത് 10 രൂപയാകാം, 100 ആകാം, 1000 ആകാം, ലക്ഷമാകാം, എത്രയാണെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നതിനാണ്. എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് നമ്മൾ ഇതിനെ പറയുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഫോൺ പേ വഴി എടുക്കാം. അത് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഫോൺ പേയിലേക്ക് നമ്മൾ നേരെ പോകുന്നു. അപ്പോൾ ഫോൺ പേയിലേക്ക് നമ്മൾ നേരെ പോകുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. നേരെ ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ സേവിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സേവിങ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഡെയിലി സേവിങ്സ് ഉണ്ട്, ഗോൾഡ് ലോൺ ഉണ്ട്, ബൈ ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, മന്ത്ലി ഗോൾഡ് SIP. എങ്ങനെ വേണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ഡിജിറ്റൽ ഗോൾഡ് എന്നൊരു സെഗ്മെന്റിലേക്ക് പോവുക. ഇവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത് നേരെ കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് നമുക്ക് 10 രൂപയിൽ നിന്ന് വരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു 500 റുപ്പീസിൻ്റെ ഞാനൊന്ന് കാണിച്ചു തരാം. 500 നമ്മളിവിടെ ആഡ് ചെയ്തു, നേരെ പ്രൊസീഡ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 485. ബാക്കി GST ഒക്കെ ഉണ്ടല്ലോ, അതിലാണ് പോകുന്നത്. നേരെ ഇതിലേക്ക് പോകുന്നു. നേരെ നമ്മൾ പേ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. നേരെ നമുക്ക് എന്നിട്ട് UPI പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. ഇത്രയും മാത്രമാണ്. നമ്മൾ ആ ഒരു 500 രൂപയുടെ നമ്മളുടെ ഗോൾഡ് വാങ്ങിച്ചിരിക്കുന്നു, അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും എല്ലാവരുടെയും അടുത്തൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കറന്റ് നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും. അപ്പോൾ നമുക്കിവിടെ കൺവേർട്ട് ടു ജ്വല്ലറി ഉണ്ട്, അതിന് തൊട്ട് മുകളിൽ സെൽ ഗോൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച് കാണിച്ചാലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രമായിരിക്കും നമുക്കത് വിൽക്കാനായിട്ട് പറ്റുന്നത്. അത്രേ ഉള്ളൂ. അത് എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിൽക്കുകയും നമ്മളുടെ അക്കൗണ്ടിലേക്ക് അത് തിരിച്ചു വരികയും ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം നമുക്ക് നമ്മളുടെ വളരെ ഈസി ആയിട്ട് ഫോൺ പേ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ETF, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിൽ ഗോൾഡ് ബേസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 200 രൂപ, 300 രൂപ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ചസ്. ഓൾമോസ്റ്റ് ഐ ബിലീവ് ഇപ്പം 80 റുപ്പീസിൽ സംതിങ് ആണ് നമ്മളുടെ ഗോൾഡ് ബേസ് കറന്റ് നിൽക്കുന്നത്. ഒരു യൂണിറ്റിന് നിങ്ങൾക്ക് അതും ഇൻവെസ്റ്റ് ചെയ്യാം. അതും ഡെയിലി SIP ആയിട്ട് ചെയ്യാൻ പറ്റും, വീക്ക്ലി SIP ആയിട്ട് ചെയ്യാൻ പറ്റും, മന്ത്ലി SIP ആയിട്ടും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you there in next video. Till then, bye.